വന്ന ഉടനെ തന്നെ രഞ്ജി തന്നെ വിളിക്കുക. എന്നിട്ട് ചോദിക്കുക, എല്ലില്ലാത്ത നാവുണ്ട് എന്ന് പറഞ്ഞ് എന്തും പറയാമോ? ഇവനാരാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനിവിടുത്തെ നാട്ടിലല്ല. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ പോലീസുകാരൻ എന്തും നടത്താം, എന്തും ചെയ്യാം, ചോദിക്കാൻ ആളില്ല എന്നാണ് കരുതിയതെങ്കിൽ രഞ്ജിത്ത്, നിന്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു. അതുകൊണ്ട് കൃത്യമായി പ്രതികളെ പിടിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ആ കുട്ടി പറഞ്ഞ പേരുണ്ട്, കസായി അസീസ് ഷെരീഫ്, അതുപോലെ തന്നെ വെളുത്ത് നീളത്തിലുള്ള ഷേവ് ചെയ്ത ഒരാൾ. ഇങ്ങനെ കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറഞ്ഞവർ എവിടെ പോയി? അവരാരാണ്? ഈ ഓമിനി വേനന്റെ പിടിക്കാത്തത്, ബാബുലിന്റെ പീഡനക്കേസിലെ രണ്ടാമത്തെ പെൺകുട്ടിയെ പിടിക്കാത്തത്, അവരെ ചോദ്യം ചെയ്ത് അതിലെ പ്രതികളെ പിടിക്കാത്തതെന്താണ്? ഇങ്ങനെ ആരെയും പിടിക്കാതെ ഇവിടെ നിങ്ങൾ നോക്കണം. ഞങ്ങൾ ഈ പീഡനം നടന്ന ദിവസം പ്രകടനം നടത്തി. മഹിളാ അസോസിയേഷനും ഞങ്ങളും കൂടി പ്രകടനം നടത്തിയ സമയത്ത് നിങ്ങൾ നോക്കണം, ഞങ്ങൾക്കെതിരെ കേസെടുത്തു. എന്താ കേസ്? പ്രകടനം നടത്തിയതിനെതിരെ കേസ്. പിറ്റേ ദിവസം MSFകാർ മദ്യശാലയിലേക്ക് പ്രകടനം നടത്തി. MSFകാർ മദ്യശാലയിലേക്ക് പ്രകടനം നടത്തിയതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ ജില്ലാ സമ്മേളനം നടത്തുന്ന മദ്യശാലയ്ക്ക് 2 ദിവസം അവധി കൊടുത്തു. അപ്പൊ ഇനിയിപ്പോ മദ്യശാല അങ്ങ് കൂട്ടിക്കളഞ്ഞാൽ പിന്നെ അവർ സമ്മേളനം ഉഷാറായി നടത്താറുണ്ട്. അതുകൊണ്ടായി അങ്ങനെ നടത്തിയപ്പോ കേസെടുത്തില്ല പോലീസ്. എന്താ പോലീസെ രണ്ട് നീതിയാണോ നാട്ടിൽ? പ്രകടനത്തിന് ആർക്കും അനുമതിയില്ല. എന്തേ പോലീസെ കേസെടുക്കാത്തത്? എന്തേ പോലീസ്? 2 തരം പൗരന്മാരുണ്ടോ രാജ്യത്തോ? പറയണം നിങ്ങൾ മറുപടി. പറയണം നിങ്ങൾ മറുപടി. കേസെടുക്കുമ്പോ എല്ലാവർക്കും ഒരുപോലെയാണ്. മുസ്ലിം ലീഗുകാരന് ഇവിടെ എന്ത് വെള്ളിരിക്കാമെന്നത്. അതുകൊണ്ട് ഇത്തരം നിലപാടുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഉന്നത അന്വേഷണം ജിയെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിട്ടുള്ള സിഐക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് കൂടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും ആവശ്യപ്പെടുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്കാണ് ചെയ്യാറ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള VP ജാനകിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഡിവൈഎഫ്ഐക്കും മഹിളാ അസോസിയേഷനും അതുപോലെ തന്നെ കുമ്പളയിൽ ജനാവലിക്കും വേണ്ടി ഹാർദവമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് M. ലക്ഷ്മിയേച്ചി ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് KV ലക്ഷ്മി, അതുപോലെ തന്നെ സഖാവ് ബേബി ഷെട്ടി എന്നിവരെയും ഞങ്ങൾ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സഖാവ് ശ്യാമളാദേവി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഡിവൈഎഫ്ഐക്കും മഹിളാ അസോസിയേഷനും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ജയാനന്ദൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഡിവൈഎഫ്ഐക്കും മഹിളാ അസോസിയേഷനും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CPIMന്റെ കുമ്പള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് രഘുദേവൻ മാസ്റ്റർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും മുഴുവൻ വർഗബഹുജന പ്രസ്ഥാനത്തിന്റെ ആളുകളെയും CPIMന്റെ ലോക്കൽ സെക്രട്ടറിമാർ, നേതാക്കന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സഖാവ് മഹിളാ അസോസിയേഷന്റെ ഏരിയ പ്രസിഡന്റായിട്ടുള്ള സഖാവ് രേവതിയെ ക്ഷണിക്കുന്നു.